നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. കൂട്ടുകാരെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കാറുള്ള ഇൻഡിക്കേറ്റർ ലൈറ്റ് നിങ്ങൾ നിസ്സാരമായിട്ട് കാണല് 100% ഭൂരിഭാഗം ആക്സിഡൻറ്റും ഈ നമ്മളെ ഇൻഡിക്കേറ്റർ ലൈറ്റ് കറക്റ്റ് കത്താത്തത് കൊണ്ടും ആ കറക്റ്റ് ടൈമിൽ നമ്മളത് പ്രവർത്തിക്കാത്തത് കൊണ്ടുമാണ് ഒരുപാട് ബാക്ക് ഹിറ്റ് വരുന്നത്. കൂടുതൽ വണ്ടികൾ നോക്കിക്കഴിഞ്ഞാൽ ബമ്പർ, ഡിക്കി, സൈഡ് പാനൽ എല്ലാം ഇടികൊണ്ട് ചളുങ്ങിയിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ബാക്ക് ഇടി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഗൂഗിൾ നോക്കി പോകുന്നവരായാലും നമുക്ക് അവർ പറയും 100 മീറ്റർ കഴിയുമ്പം റൈറ്റ് എന്ന് പറയും. ആ ടൈം, അതായത് ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടോ, തൊട്ട് അടുത്ത് വരുമ്പോൾ പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിന് പകരം നിങ്ങളൊരു 100 മീറ്റർ നിങ്ങൾക്കറിയാം അവിടെയാണ് തിരിയേണ്ടത്, അല്ലെങ്കിൽ അവിടെയാണ് ഒതുക്കേണ്ടത്. ഇൻഡിക്കേറ്റർ ലൈറ്റ് ഒന്ന് ഇടുക. ഇട്ട് കഴിഞ്ഞാൽ പുറകിൽ എന്ന് പറഞ്ഞവന് മനസ്സിലാവും അവൻ വലത്തോട്ട് അല്ലെങ്കിൽ ഇടത്തോട്ടാണ് തിരിയാൻ പോകുന്നത്. അപ്പോൾ അവ ആ രീതിയിൽ സ്പീഡ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആ രീതിയിൽ വണ്ടി തട്ടാതെ മുട്ടാതെ അങ്ങ് പോകും. പിന്നെ ചിലവർ ലൈറ്റ് ചിലപ്പോൾ ബൾബ് ഫീസായിരിക്കും, അറിയില്ല. നമ്മൾ വണ്ടി രാവിലെ എടുക്കുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, അങ്ങ് ഓട്ട് ചെയ്യുന്നു. അപ്പോൾ ലൈറ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. മെയിനായിട്ട് ഇൻഡിക്കേറ്റർ ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ് അതൊക്കെ കത്തുന്നുണ്ടോ എന്നും കൂടെ നമ്മൾ വീക്കിലി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ ഒരുപാട് കേസുകൾ ഈ ഇൻഡിക്കേറ്റർ ലൈറ്റിൻ്റെ അഭാവം മൂലമാണ് ഒരുപാട് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്കിലെ ഈ തട്ടലും മുട്ടലും ഒഴിവാക്കാൻ പറ്റും. പിന്നെ രണ്ടാമതൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കാറ് ഇടതുവശത്ത് ഒതുക്കി നമുക്ക് തുറക്കണം. അപ്പോൾ ചിലപ്പോൾ പല മെൻറ്റാലിറ്റിയുള്ള മനുഷ്യരല്ലേ, ടെൻഷനും കാര്യങ്ങളും എന്തൊക്കെയായാലും നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലം. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തുന്നു, ഇൻഡിക്കേറ്ററിൻ്റെ വണ്ടി നിർത്തുന്നു, റൈറ്റ് സൈഡ് ഗ്ലാസ്സിൽ കൂടെ നോക്കി പുറകിൽ വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഡോറ് തുറക്കുക. ചിലർ നമ്മൾ വണ്ടി നിർത്തുന്ന പെട്ടെന്ന് ഡോറ് തുറക്കും, അതുവഴി വരുന്ന ബൈക്ക് ഇടിക്കും, കാർ ഇടിക്കും, അങ്ങനെ ഡോറ് ഡാമേജ് ആയി ആൾക്കാർക്ക് ഡാമേജ് വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആക്സിഡൻറ്റിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാൻ പറ്റും. പിന്നെ വരാനുള്ള വഴി തങ്ങില്ലെന്ന് പറയാൻ പോലെ നമ്മളിപ്പോൾ മര്യാദയ്ക്ക് പോയാലും സംഭവിക്കാം. അതൊക്കെ നമുക്ക് അതിൻ്റേതായ ഒരു റൂളും ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമുക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യണം. അതുകൊണ്ട് മെയിനായിട്ട് നിസ്സാര കേസുകളാണ്, ചെറിയ അശ്രദ്ധയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിപ്പം വണ്ടി പാർക്ക് ചെയ്ത് ഡോറ് തുറക്കുന്ന സമയത്ത് എത്ര കേസുകളെന്നറിയാമോ? ബൈക്ക് ശ്രദ്ധിക്കില്ല, പെട്ടെന്ന് തുറക്കണതും പെട്ടെന്ന് കൊണ്ട് ഇടിക്കും. ചിലപ്പം നിർഭാഗ്യവശാൽ അവന് മരണം വരെ സംഭവിച്ച കേസുകൾ ഉണ്ടായിട്ടുണ്ട്, ഈ നമ്മൾ നിസ്സാരമായിട്ട് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇൻഡിക്കേറ്റർ ലൈറ്റ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ രാത്രി പോകുന്ന സമയത്ത് ഡിമ്മും ബ്രൈറ്റും, ചിലവർക്ക് ബൈപ്പാസിലൊക്കെ പോകുമ്പം ചിലവർ മത്സരമാണ്, ബ്രൈറ്റ് അടിച്ചിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. അറിഞ്ഞുകൂടാത്ത റോഡും അറിഞ്ഞുകൂടാത്ത സ്ഥലങ്ങളും ആയിരിക്കും. മാക്സിമം ബ്രൈറ്റ് ലൈറ്റ് എടുക്കുക. ഓപ്പോസിറ്റ് വണ്ടി ഇല്ലെങ്കിൽ നിങ്ങൾ ഡിം അടിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങ് പോവുക. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ നിങ്ങൾ ഡിം അടിച്ചിട്ട് അവർക്കും കൂടെ കാണണ്ടേ ഓപ്പോസിറ്റ്, അതും കൂടെ അവരെയും കൂടെ കെയർ കൊടുത്തു കഴിഞ്ഞാലും ആക്സിഡൻറ്റ് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് ആക്സിഡൻറ്റ് കേസുകൾ കുറഞ്ഞിട്ടുണ്ട്, എന്നാലും നമ്മൾ അറിഞ്ഞു വെച്ചുകൊണ്ട് നിസ്സാര കേസുകൾ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് പലതും പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഓക്കെ കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് ഈ ക്ലൈമിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാറുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ധൈര്യമായിട്ട് വണ്ടി ഓടിക്കാം. ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ടെൻഷൻ അടിക്കേണ്ട, അതിനുള്ള ഓപ്ഷനുണ്ട്. ബൈക്ക് ഇടിച്ചാൽ, അങ്ങനെ ഒരുപാട് ഈ ആക്സിഡൻറ്റ് കേസുകളെ കുറിച്ചുള്ള വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ചാനലിൻ്റെ പേര് rajesh@gaukarsan ചാനൽ എന്നാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ കൂട്ടുകാരെ, താങ്ക് യു.